നൂറ്റാണ്ടുകളുടെ പഴക്കവും ക്ഷേത്ര പാരമ്പര്യവുമുള്ള കാസർഗോഡ് പടന്നക്കാട്ടെ തീർത്ഥങ്കരക്കുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തം. ചരിത്ര വിദ്യാർത്ഥികൾ പഠനഭാഗമായി കുളം സന്ദർശിച്ചു. കാർഷിക കോളേജിന്റെ അധീനതയിലുള്ള കുളം അമൃത് സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ പോലും ബന്ധപ്പെട്ടവർ തയ്യാറായിരുന്നില്ല. സംരക്ഷണമില്ലാതെയും ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്താതെയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തീർത്ഥക്കുളം അധികൃത അവഗണന നേരിടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അമൃത സരോവർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ നിരവധി കുളങ്ങൾ നവീകരിച്ചപ്പോഴും കാഞ്ഞങ്ങാട് നഗരസഭയിലെ ഈ വലിയ ജലാശയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. സംരക്ഷണ ഭിത്തിയില്ലാത്തതിനാൽ 8 ഏക്കറോളം വരുന്ന കുളത്തിന്റെ വിസ്തൃതി വർഷങ്ങൾ കഴിയുന്തോറും കരയിടിച്ചിൽ കാരണം ചുരുങ്ങി വരികയാണ്. ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജലാശയങ്ങളിലൊന്നായ തീർത്ഥങ്കരക്കുളം പടന്നക്കാട് കാർഷിക കോളേജിന്റെ അധീനതയിലാണ്. ഫാം ടൂറിസത്തിന്റെ വലിയ സാധ്യത ഇവിടെയുണ്ടെങ്കിലും അതിലൊന്നും അധികൃതർക്ക് താൽപര്യമില്ല. ചരിത്രവും ക്ഷേത്രവിശ്വാസ പാരമ്പര്യവുമുള്ള കുളം സംരക്ഷിക്കാൻ നടപടികൾ ഉണ്ടാകണമെന്ന് പഠനഭാഗമായി കുളം സന്ദർശിച്ച ചരിത്ര വിദ്യാർത്ഥികളും നാട്ടുകാരും ആവശ്യപ്പെട്ടു. നിരവധി ദേശാടന പക്ഷികളുടെ സങ്കേതവും വിവിധയിനം പൂമ്പാറ്റകളുടെയും ജലജീവികളുടെയും ആവാസ കേന്ദ്രവും വിവിധതരം സസ്യങ്ങളുടെ പ്രത്യേകിച്ച് ഔഷധ സസ്യങ്ങൾ കൊണ്ട് സമൃദ്ധമായ തീർത്ഥങ്കര തടാകത്തിന്റെ കരയോട് ചേർന്ന ഭാഗങ്ങൾ വർഷം തോറും ഇടിഞ്ഞു നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നാടിന്റെ ചരിത്രം പറഞ്ഞു തരുന്ന ഐതിഹ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന തീർത്ഥങ്കര തടാകം സംരക്ഷിക്കേണ്ടതിന് അധികൃതർ തയ്യാറാകേണ്ടതാണ്. മാസങ്ങളോളം താമരകൾ വിരിഞ്ഞു നിൽക്കുന്ന കുളം വിവിധയിനം പക്ഷികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. തീർത്ഥങ്കര കുളത്തിന്റെ ചരിത്രമറിയാനായി കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ 150ഓളം വിദ്യാർത്ഥികളാണ് സ്ഥലത്തെത്തിയത്. അമൃത ന്യൂസ്, കാസർഗോഡ്.